പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് എ. ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു. ലൈഫ് ഭവന പദ്ധതി, മാലിന്യ സംസ്കരണ, വയോജന സൗഹൃദ കേന്ദ്രം, ക്രിമിറ്റോറിയം, അതിദരിദ്രർക്ക് ഭവന സമുച്ചയം, കുടിവെള്ളം എന്നീ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, മറ്റ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ CH അലി, ബിന്ദു തങ്കച്ചൻ, വാർഡ് മെമ്പർ VT സൂരജ്, KF വിൽസൺ എന്നിവർ സംസാരിച്ചു. വികസന ഫണ്ട്, പട്ടികജാതി ഘടക പദ്ധതി, റവന്യൂ ചെലവഴിക്കാനുള്ള വരവുകൾ 75,76,200. വികസന ഫണ്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, റവന്യൂ ചെലവഴിക്കാനുള്ള വരവുകൾ 1,05,000. നമ്മുടെ പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൻ്റെ അവതരിപ്പിച്ചു കഴിഞ്ഞ് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ ഭരണസമിതിയുടെ ലാസ്റ്റ് ബഡ്ജറ്റാണിവിടെ. നമുക്കറിയാം, ഓരോ ഭരണസമിതിയും ഓരോ വർഷവും ഇതുപോലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ബഡ്ജറ്റിൽ നിരവധിയായിട്ടുള്ള ചർച്ചകളും അതേ തുടർന്ന് നമുക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നത് രണ്ടാമത് നമ്മൾ അംഗീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ബഡ്ജറ്റിൽ നിലവിൽ നമുക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഹിതത്തിനനുസരിച്ചാണ് ഇവിടെ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കൊരു ചർച്ചയുടെ വിധേയമായിട്ട് നമുക്ക് നിലവിൽ പഞ്ചായത്ത് വിട്ടുവിട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അതേ തുടർന്ന് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP പോലുള്ള മുകളിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന് തനത് വരുമാനവും കാറ്റ് ഫണ്ടും മറ്റു ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ചിട്ടുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും വിപുലമായിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കേണ്ട പദ്ധതിയാണ് അതിദരിദ്രരെ കണ്ടെത്തുകയും അവിടെ അവർക്ക് വീട് പണിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ നിലവിൽ ഫണ്ട് വെക്കുന്ന അതോടൊപ്പം ഇതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കത് ആ പദ്ധതി പൂർത്തീകരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടിയാണ് നമുക്ക് നിലവിലുള്ളത്. കൂടാതെ നമുക്കറിയാം, ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ഈ ഭരണസമിതി ചെയ്തിട്ട് എത്ര പേർക്ക് ഇനി കൊടുക്കാനുണ്ട്, എത്ര കിട്ടിയിട്ടുണ്ട്, രണ്ടും നമുക്കെടുത്ത് പറയണം. ഏതായാലും മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്താണ് ഈ വിഹിതം കണ്ടെത്തി വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പോണേക്ക് മുമ്പ് തന്നെ നമുക്കത് പൂർത്തീകരിക്കണം. അതുപോലെ നമുക്കറിയാം, നമ്മൾ മറ്റ് സേവന മേഖല, അംഗൻവാടി ആയാലും മറ്റ് വയോജന സൗഹൃദ കേന്ദ്ര പഞ്ചായത്ത് എന്ന രീതിയിൽ നമ്മുടെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധി പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിൽ തന്നെ നമ്മുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ കൂടുതൽ നമുക്കറിയാം, വയോജന ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മുടെ പഞ്ചായത്തിലുൾപ്പെടെ പഞ്ചായത്തിൽ കുറച്ച് പേരെങ്കിലും അതിൻ്റെ സൗഹൃദ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയും അതുപോലെ സ്ഥലം കെട്ടുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വയോജന സൗഹൃദ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ കൈവരിക്കണം. അത് നമുക്ക് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തുകയും അതുപോലെ അത് നടപ്പാക്കാൻ ചെയ്യാൻ നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും മറ്റുള്ള മേഖലയിൽ മാലിന്യ സംസ്കരണമായാലും സേവന മേഖലയിലായാലും പശ്ചാത്തല മേഖലയിലായാലും കിട്ടിയ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഈ ബഡ്ജറ്റിൽ നമുക്കറിയാം പോരായ്മകൾ നമുക്കിവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചിട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ സോൾവ് ചെയ്യും. ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് ചേർന്നുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മളുടെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നമുക്കറിയാം. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പരിഗണനകൾ വേണ്ടുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേകം ഫണ്ടുകൾ നീക്കിവെച്ചുകൊണ്ട് ഇവിടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ അവതരിപ്പിച്ച 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിനെ ആരെങ്കിലും പുറത്തുണ്ട്. 21-22 ആദ്യ വർഷ ബഡ്ജറ്റിൽ നമ്മൾ ഒരുപാട് പദ്ധതികളെ കുറിച്ച് രൂപം കൊടുത്തു. ആദ്യം പ്രത്യേക പരിഗണന കൊടുത്തത് നമുക്ക് ഇവിടെ ഈ കിറായി ജംഗ്ഷൻ ഗതാഗത കുരുക്കൊണ്ട് നിൽക്കാൻ പറ്റണില്ല, ശ്വാസം മുട്ട്. ഇപ്പം നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ ഘട്ടങ്ങളായിട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് നടത്തുന്നു. ഓർക്കുന്നുണ്ടോ? ആദ്യ വർഷം പ്രഖ്യാപിച്ചതാണ്, 5-ാം വർഷം അതേപടി നിലനിൽക്കുകയാണ്. 1 രൂപ അല്ലെങ്കിൽ അതിനൊരു പ്രാരംഭ പ്രവർത്തനം ഈ 5 വർഷം 4 വർഷം കൊണ്ട് നമുക്ക് നടത്താൻ കഴിയും. ഒന്നാമത്തെ പരാജയം ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന ആളുകൾക്ക് പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ചില സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചു.
അതിടക്കാലത്ത് വെച്ച് വേറെ ബാക്കി ഇടപെടലുകളുണ്ട്, അത് ഇല്ലാതെ പ്രൊജക്റ്റ് വരെ വെച്ച് ടെൻഡർ എടുത്തതാണ്. അപ്പം ഇപ്പോഴും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന ഒരാൾക്ക് ഇവിടെ ഈ പാർക്കിങ്ങിന് വളരെ ശ്വാസം മുട്ടിയിട്ടുണ്ട്. അത് നടപ്പാക്കാൻ പറ്റിയില്ല. ആധുനിക രീതിയിലുള്ള ക്രെമിറ്റോറിയം പണിയോന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ പണിയോന്ന് പറഞ്ഞിട്ട് 20 ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുമ്പ് നമ്മ വകയിരുത്തി. ഇന്നും അവിടെ ദഹിപ്പിക്കുന്ന ആളുകളെ കാടി പിടിക്കുന്ന അവസ്ഥയിലേക്കാണ് പഞ്ചായത്തിൻ്റെ ഈ 4 വർഷം കൊണ്ട് നമ്മുടെ അനുഭവത്തിൽ. അപ്പം അത് ഇതൊക്കെ ഓർക്കാൻ വേണ്ടി പറയുന്നത്. ഇനി എന്തായാലും ഓർത്തിട്ടും കാര്യമുള്ള സ്വപ്നം കണ്ടിട്ടും കഴിഞ്ഞത്. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമ്മി 4 കൊല്ലം പരിശോധിക്കുമ്പോൾ 3 കൊല്ലം കഴിയുമ്പോൾ റോഡുകൾ പുതുക്കി പണിയും, കുട്ടിയെ കലങ്ക് 2ാമത് പണിയും, തോടിന്റെ സൈഡ് മറ്റേ ഇത് വെച്ചിട്ട് കോരി വെക്കും. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മുടേതായിട്ടുള്ളൊരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഒരു വസ്തു നമുക്ക് നമ്മുടേതായിട്ട് നമ്മുടെ ഭരണസമിതി കാലത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല, ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് അന്ന് ആംബുലൻസ് പറയാന്നപ്പോൾ അപ്പോൾ MLA ഫണ്ടിൽ നിന്നും അതോ മറ്റുള്ള ഫണ്ടിൽ നിന്നൊക്കെ കണ്ടെത്താൻ തോന്നി. ഇതുവരായിട്ടും അതുപോലെ സർക്കാരിന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾ തെങ്ങി പറക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. കടലിൽ നിന്ന് ധാരാളം പേർക്ക് അപകടം സംഭവിച്ച് വരുന്ന സ്ഥലമാണ്. പല രാത്രി സംബന്ധങ്ങളിൽ വലിയ ആളുകളുടെ വണ്ടിക്കാണ് ആൾക്കാർക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ് ആ ബഡ്ജറ്റിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ് നമുക്ക് ഒരു ആംബുലൻസിൻ്റെ പൈസ നീക്കി വെക്കണമെന്ന്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ നമ്മുടെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയമാണ് കുടിവെള്ളം. കുടിവെള്ളവുമാണ് ഇപ്പോൾ അതേപോലെ തന്നെ വെള്ളം കയറലും. നമുക്കിവിടെ അതിനകത്ത് ബണ്ട് നിർമ്മാണമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ വേണ്ടി ഇപ്പോൾ യാതൊരുവിധ ഫണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടി ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു ടാങ്ക് നിർമ്മിക്കണമെന്ന് അതുകൂടി ഈ ബജറ്റിൽ ചേർക്കണമെന്ന്. 26 വർഷത്തെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞാൻ നിർദ്ദേശം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പൊതു ശ്മശാനത്തിൽ നിരന്തരം നമ്മൾ താഴേക്ക് പോകുന്ന രീതിയിലുള്ള ഇന്നും നിത്യം വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ശ്മശാനത്തിലുള്ളത്. അതിലൊരു 8 ലക്ഷം രൂപയാണ് മാറ്റി വെച്ചേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത്. പക്ഷേ അത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അറിയാനേ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്നത് അത് കൂടുതൽ ലഭിക്കുന്നത് ഫിഷറീസ് മേഖലയിൽ നിന്നാണ്. നമ്മൾ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടേത്. നമ്മൾ കയറിയപ്പോൾ മുതലുള്ളതാണ് ഈ കുടിവെള്ള പ്രശ്നം. നമ്മളെല്ലാ വർഷവും ചെറിയ തുക വെക്കുന്നുണ്ടെങ്കിലും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇപ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൽ ഭൂഗർഭ സംഭരണി ടാങ്ക് പണിയണം എന്നുള്ളത് നമ്മുടെ നിരവധി വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യമാണ്. നമ്മൾ കയറിയപ്പോൾ മുതലുള്ളൊരു ആവശ്യമാണ്. അതിനൊരു പരിഹാരം ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് ഇപ്പോഴും അത് പറ്റിയിട്ടില്ല. നമുക്ക് സെപ്പറേറ്റ് ലൈൻ വലിച്ചു കഴിഞ്ഞാലും അതിലേക്ക് ആ ടാങ്കിലേക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിവെള്ളം മുനമ്പ മേഖലയിലുള്ള കുട്ടിവെള്ളത്തിന് പ്രശ്നം അത് പരിഹാരമാവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ അവിടെയുള്ള ഈ മുനമ്പ മേഖലയിലുള്ളവർ അതിനും വേണ്ടും വരുമാനം അല്ലെങ്കിൽ അതിനുള്ള നികുതി എല്ലാം നമ്മുടെ സർക്കാരിലേക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ നികുതി മാത്രം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ തൊഴിൽ നികുതിയായിട്ടോ കിട്ടുന്ന നികുതിയായിട്ട് ഇത് നികുതി ആയിക്കോട്ടെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് അതിന് ആ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ഈ പ്രധാനപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊരു ശാശ്വത പരിഹാരം ഇപ്പോഴും കണ്ടെത്താൻ ഈ ബഡ്ജറ്റിൽ നമുക്ക് പറ്റിയിട്ടില്ല. അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ വർഷം ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ടാങ്കറിൽ വെള്ളം അടിക്കും. ഈ പറഞ്ഞ തുകയും ചിലവാക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. പക്ഷേ എന്നിട്ട് മീറ്ററിൽ അളന്നുകൊണ്ട് പോകുന്നത് വാട്ടർ അതോറിറ്റി. അങ്ങനെയും ഒരു കാര്യമുണ്ട്. ആ പൈസ വാങ്ങിച്ചിട്ട് പോകുന്നത് വാട്ടർ അതോറിറ്റി. അപ്പോൾ നമ്മൾ ചെറിയ തുകയാണെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിലും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്ടർ ടാങ്ക് വന്നേ പറ്റും. അതിനുള്ള സൗകര്യവും എല്ലാം അവിടെയുണ്ട്, സ്ഥലമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴൊരു നടപടി എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഏതൊരു മെമ്പർമാരുടെയും ആവശ്യം. പക്ഷെ നമുക്ക് 2-3 നികുതികൾ നമുക്ക് ഇതേവരെ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്ന് പരസ്യ നികുതിയിൽ, പ്രദർശന നികുതി. ഈ 2 നികുതിയും GST വന്നതോടുകൂടി തന്നെ ഈ 2 നികുതിയും നമുക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിലുള്ളത്. പക്ഷേ അതിനെപ്പറ്റി പല സ്ഥലങ്ങളിലും ഇതിന് ബദൽ മാർഗം, അതായത് കാരണം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ പരസ്യങ്ങൾക്കെല്ലാം പ്രത്യേകം നമ്പർ ഇട്ടുകൊണ്ട് അതിന് പെർമിറ്റ് കൊടുക്കുന്ന സ്ഥിതിയുണ്ട്.
നമ്മൾ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾക്കൊന്നും തന്നെ ഒരു പെർമിറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് കൊടുക്കുകയോ ഉള്ള ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ അതൊന്ന് കിട്ടുകയാണെങ്കിൽ കുറേ പരസ്യനികുതി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പോയി വൈക്കമ്മന്മാർ റോഡുകളിൽ പോയാൽ കാണാൻ പറ്റും, എല്ലാ മതിലിലും പരസ്യങ്ങളുണ്ട്. പല പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വലിയ ഫ്ലക്സുകളുണ്ട്. ഇതിനൊന്നും തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ രജിസ്ട്രേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. അതെല്ലാം മാറി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വരുമാനം നമുക്ക് അതിൽ നിന്ന് ഈടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ പ്രദർശന നികുതി, സിനിമാ തിയേറ്ററുകളെല്ലാം പോയതോടുകൂടി പ്രദർശന നികുതി എന്നുള്ളൊരു സംവിധാനം നമുക്കില്ല. പക്ഷേ നമ്മളുടെ ഈ പ്രദേശത്ത് കാർണിവലുകളും അല്ലെങ്കിൽ ചിലപ്പോൾ ടൂറിസം മേളയായി ബന്ധപ്പെട്ടെല്ലാം ധാരാളം പ്രദർശനങ്ങൾ നടത്താറുണ്ട്, ടിക്കറ്റ് വെച്ചിട്ടുള്ള പ്രദർശനം നടത്താറുണ്ട്. അതിൽ നിന്നുള്ളൊരു വരുമാനം പോലും നമുക്ക് കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു നടപടികൾ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. വിനോദ നികുതി നമുക്ക് ഇതിൽ 2 ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും നമ്മൾ എന്തെല്ലാം വിനോദങ്ങളാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു വിനോദം എന്ന് പറയുന്നത് നമ്മൾ കോയിൽ ലേലത്തിന് കൊടുക്കുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് നമുക്ക് അത്യാവശ്യം വിനോദം എന്നുള്ളത് പറയുന്നത്. അങ്ങനെ ആ കോയിൽ ലേലത്തിന് കൊടുക്കുമ്പോൾ അതിൽ നിന്നും വിനോദം ചെയ്തുകൊണ്ട് നമുക്ക് ഈടാക്കാൻ പറ്റുമ്പോൾ വേണ്ടി നമ്മളൊന്ന് ആലോചിക്കണം. വേറൊരു കാര്യം എന്നുള്ളത് നമ്മൾ കുടിവെള്ളത്തിൻ്റെ കാര്യം തന്നെയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടിവെള്ളം. ആ കുടിവെള്ളത്തിൽ നമ്മൾ ഇവിടെ എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം ഒരു കുടിവെള്ള ടാപ്പിന് നമ്മൾ 5000 രൂപ ഒരു ഏകദേശ രീതിയിൽ 5000 രൂപ ഒരു വർഷം നമുക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഏകദേശം 22 ലക്ഷത്തോളം രൂപയാണ് ഒരു വർഷം വാട്ടർ അതോറിറ്റിയിലേക്ക് അടക്കുന്നത്. അങ്ങനെ 22 ലക്ഷത്തോളം രൂപ നമ്മൾ അടക്കുമ്പോൾ ഏകദേശം 444ഓളം ടാപ്പുകൾ, പൊതു ടാപ്പുകൾ ഇവിടെ കാണണം. പക്ഷേ ഈ 440 കൂടുതൽ ടാപ്പുകൾ നമ്മൾ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മളിപ്പോഴും ഈ ഇത്രയും പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്, 22 ലക്ഷത്തോളം രൂപ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇത്ര ടാപ്പുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ടാപ്പുകളുടെ എണ്ണം നമ്മൾ ഒന്നുകൂടി കറക്റ്റ് ആക്കിയിട്ട്, ഇത് എനിക്ക് തോന്നുന്നു ഇത് കൂടുതലുള്ള ഒരു എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാപ്പുകളുടെ എണ്ണം കണക്കാക്കിക്കൊണ്ട് അത് ചെയ്യണം. കഴിഞ്ഞ തവണത്തെ പൈസയൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ വൈദ്യുതി ഇനത്തിൽ നമുക്ക് 25 ലക്ഷത്തോളം രൂപയാണ് വൈദ്യുതി ഇനത്തിൽ ചിലവാകുന്നത്. നമ്മളുടെ പഞ്ചായത്തിന് മുകളിൽ സോളാർ സ്ഥാപിച്ചതോടുകൂടി തന്നെ നമുക്ക് കുറേ വൈദ്യുതിക്ക് ലാഭം അല്ലെങ്കിൽ നമുക്ക് തന്നെ വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റ് ഘടക സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള പറമ്പുകളിലോ പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പറമ്പുകളിലോ സോളാറിൻ്റെ വലിയൊരു പ്ലാൻ നമുക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ആദ്യത്തെ മുതൽ മുടക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൈദ്യുതി ചാർജിൽ നിന്ന് നമുക്ക് വലിയ തുകയാണ്, നമുക്ക് അതായത് 4 കോടി രൂപയാണ് നമുക്ക് വൈദ്യുതി ഇനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു സോളാർ എനർജിയും കൂടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു പ്രോജക്റ്റും എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ വൈദ്യുതി ഇനത്തിൽ നമുക്ക് വളരെയധികം പൈസ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് യുവജന രംഗം. യുവജന രംഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു യുവജനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ചത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അല്ല, രാഷ്ട്രത്തോടുള്ളൊരു ബോധമില്ലാത്ത പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അരാജക പ്രവർത്തനങ്ങളിലെല്ലാം പോയിട്ട് ലഹരിയുടെയും എല്ലാത്തിൻ്റെയും കയ്യിലേക്ക് അവർ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിപ്പെടുന്നതിന് എന്താണ് കാരണം എന്ന് നോക്കുമ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളുടെ പ്രദേശത്തുള്ള യുവജനങ്ങളുടെ പരിപാടികളായാലും ക്ലബ്ബുകളുടെ പരിപാടികളായാലും ഒന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് സംവിധാനം നമുക്ക് നമ്മളുടെ പള്ളിപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും പഞ്ചായത്തിലേക്ക് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ക്ലബ്ബുകളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മോണിറ്ററിങ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ലഹരിയിൽ നിന്നും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്ലബ്ബുകൾക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട് കളി ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന്. നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകൾക്ക് നമുക്ക് ഇതേപോലെ കളി ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ളൊരു പ്രോജക്റ്റിലേക്ക് നമുക്ക് പോകണം. അതിനുള്ള കുറച്ചുകൂടി ഫണ്ട് കൂടി നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് വയ്ക്കാനായിട്ട് കഴിയണം. അതേപോലെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ധാരാളം പരമ്പരാഗത തൊഴിലാളികളുണ്ട്. അതിന് പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളാണ് കയറും കൈത്തറി.
മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിൽ നല്ല സഹായങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ കയർ കൈത്തറി തൊഴിലാളികൾക്ക് വേണ്ടൊരു സഹായം നമ്മളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉത്സവകാലത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനം, അല്ലെങ്കിൽ അവരുടെ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു പരിഗണന നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വെച്ചിട്ടുള്ള പൈസ മുഴുവൻ നമ്മൾ ചെലവഴിച്ചെന്നുള്ള ആളുകൾ അതിൻ്റെ അർത്ഥം മുഴുവനും കൊടുക്കുന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ തന്നെ വടക്കൻ മേഖലയിലുള്ള കുടിവെള്ളം പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ 70 ലക്ഷം രൂപയോളം നമ്മൾ ചെലവഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഭാഗത്ത് നമുക്ക് വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കുറേ വീഴ്ചകളോടാണ് വെള്ളം ഒരു പഴയ അത് പറഞ്ഞിട്ട് പറഞ്ഞു ഇടയിൽ പറഞ്ഞാൽ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ വർഷം കൂടി വടക്കൻ മേഖലയിലെ വെള്ളത്തിന്റെ അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. നമ്മൾ ഭരണസമിതി ചെയ്തിട്ടുള്ള ഒരു പ്രധാനം 1 കോടിയോളം രൂപയാണ് നമ്മൾ വടക്കൻ മേഖലയിൽ വെള്ള പ്രശ്നത്തിന് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണസമിതി നമ്മുടെ ഞാനോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കുള്ള നേട്ടമല്ല, നമ്മുടെ ഈ ഭരണസമിതിക്കുള്ള നേട്ടം തന്നെയാണ്. അപ്പോൾ അത് നേട്ടം കാണാതെ പോകരുത്. അത് പോലും എടുത്ത് പറഞ്ഞില്ല നമ്മുടെ പറഞ്ഞപ്പോൾ ആരും. നമ്മൾ ചെയ്തിട്ടുള്ള നേട്ടം തന്നെയാണ് അത്. എന്നുവെച്ചാൽ അത് വാട്ടർ അതോറിറ്റിയിലെ ചെറിയ വീഴ്ചകളോടാണ് നമുക്ക് വെള്ളം മര്യാദ കിട്ടാത്തത്. അത് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും 20 ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഭരണസമിതി 23 പേര് ഒരേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വടക്കൻ മേഖലയിൽ കുടിവെള്ളത്തിൽ പ്രശ്നം നമുക്ക് പരിഹാരം കാണാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ഗ്രൗണ്ട് ലെവൽ വാട്ടർ ടാങ്ക് എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ട്. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ ഈ സർവേ അനുസരിച്ച് ഗ്രൗണ്ട് ലെവൽ വാട്ടർ ടാങ്ക് അവിടെ പണിയണമെങ്കിൽ 65 വർഷം മുമ്പ് ഉള്ള പൈപ്പാണ് നമ്മുടെ പൈപ്പ്. അതാണ് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ അവരെ നമുക്ക് ഈ ചെറായിൽ നിന്നും ഒരു കൺസിഡർ എടുക്കാൻ നമ്മൾ അന്ന് അവിടെ വെള്ളത്തിൽ കൂടെ ഒക്കെ നമ്മൾ എടുക്കുന്ന വൈസ് പ്രസിഡന്റ് അത് മുഴുവൻ ചെയ്ത കാര്യങ്ങളുമാണ്. പക്ഷെ അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്തത് വന്നപ്പോൾ നമ്മൾ ചെറായി നേരിട്ട് നമുക്ക് ഗവൺമെന്റ് ജംഗ്ഷനിൽ ഇതിൻ്റെ ഒരു പൈപ്പിൻ്റെ ഒരു ഇതവിടെ ഉണ്ട്. അതിലേക്ക് ഒരു പൈപ്പ് കൊണ്ട് കുത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം തീരുന്നതാണ് ഇപ്പോൾ അവർ വാട്ടർ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് എസ്റ്റിമേറ്റ് ആക്കി 10 കോടി രൂപയാണ്. നമ്മളെ പഞ്ചായത്തോ പഞ്ചായത്തുകളോ കൂടി വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യമാണ്. അത് നമ്മൾ ജിടക്ക് ഈ മാസം ജിടയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജിടക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് MLAക്കും അതുപോലെ ജിടയുടെ ഓഫീസിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ബൈപ്പാസിൻ്റെ കാര്യം നമ്മൾ തുടങ്ങിയതല്ല. ഈ നമ്മുടെ സജീവനായിട്ട് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടങ്ങി നമ്മൾ ഈ ബൈപ്പാസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റോഡിൻ്റെ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുള്ള പ്രശ്നങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ പുറകെ നടക്കുന്നുണ്ട്. ജീട നമുക്കത് അനുവദിച്ച് തന്നിട്ടില്ല. അതും പഞ്ചായത്തിന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ജീട നമുക്കത് അന്വേഷിച്ച് തരുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെനിക്ക് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വായിപ്പിച്ചെന്ന് പറയും. വളരെ പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ അതിനകത്ത് ഒരു കുറവായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തിൽ ക്യൂറി ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും മൊത്തത്തിലുള്ള ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം 1,40,00,000 രൂപ അതിൽ ഉൾപ്പെടുത്തി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഇതിൻ്റെ ഫണ്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്രിപ്റ്റോറിയം നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പാരിസ്ഥിതിക പെർമിഷനും അതുപോലെ CRZ മറ്റ് വിഷയങ്ങളും അത് അനുകൂലമായിട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിർമ്മാണം നമുക്ക് നടത്താനായിട്ട് കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നൽകാനുള്ള സ്ഥിതി. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലുള്ള ആ കെട്ടിടത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ചെല്ലയിൽ ഇരുന്ന് പോകുന്നൊരവസ്ഥ കൊണ്ട് തന്നെയാണ് അവിടുത്തെ വേലിയേറ്റം. അതിനിപ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നമ്മൾ തന്നെ നിരവധി ഫണ്ടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ചെറിയ തോതിലാണെങ്കിലും അതിനെ സംരക്ഷിച്ച് പോരുന്നത്. നമുക്ക് ഞാൻ നേരത്തെ നമ്മുടെ ലക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ ആധുനികമായിട്ടുള്ള നല്ല ഒരു ക്രിപ്റ്റോറിയം പഠനമെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ
വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫണ്ടും അലോട്ട്മെന്റ് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിവിധ സംവിധാനത്തിൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ മറ്റ് യുവജനങ്ങളുടെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ചെങ്കിലും പൈസ ഇത്തവണ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പോയിട്ടുണ്ട്. കൂടുതൽ ഫണ്ട് നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ചിട്ട് ഉൾപ്പെടുത്താനും നമ്മുടെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ നമ്മളതും നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇവിടെ ബൈപ്പാസ് റോഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് തീർച്ചയായിട്ടും കഴിഞ്ഞ കമ്മിറ്റിയിലും പിന്നെ ജില്ലാ കമ്മിറ്റിയിലും അതിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് അജണ്ടയ്ക്ക് വന്നെങ്കിൽ മാത്രമേ അജണ്ടയായിട്ട് ഈ ജില്ലാ കമ്മിറ്റിയുടെ അജണ്ടയായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലും സ്ഥലം എടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് പൂർണ്ണതയിലൊരു പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ് കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട് നമ്മളെന്തായാലും നമ്മുടെ ഭരണസമിതിയുടെ കാലത്ത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, നമ്മളത് കാണാതെ പോകരുത്. തനത് ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒരു 70 ലക്ഷത്തോളം രൂപ നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി വടക്കൻ മേഖലയിൽ നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു ശാശ്വത പരിഹാരമല്ല. കാരണം ഒരു അടി വ്യാസമുള്ള പൈപ്പിൽ കൂടിയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ തുടക്കകാലത്ത് വന്നിട്ടുള്ള അതേ സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ കുടിവെള്ള പൈപ്പിൽ കൂടി ഒരു അടി രീതിയിലുള്ള പൈപ്പ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ഫീഡർ ലൈനും നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള നമ്മുടെ നിർദ്ദേശം നമ്മൾ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുകൂലമായ നിലപാടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വടക്കൻ മേഖലയിൽ അത്തരത്തിലുള്ള ഒരു കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഫണ്ടിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ നമ്മൾ അതിനും കുറച്ചുകൂടി ഫണ്ട് ഉൾപ്പെടുത്താനായിട്ടുള്ള മേഖലയിൽ നമ്മൾ ശ്രമിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ടൂറിസത്തിൻ്റെ ഇതിനെ പറഞ്ഞത് ഇതാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്, അത് നമ്മൾ സൂചിപ്പിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന് ലൈറ്റുകൾ എല്ലാം പൂർണ്ണമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളൊരു നമ്മുടെ ലക്ഷ്യമുണ്ട്. നമ്മൾ ഭരണസമിതി പോണതിന് മുമ്പ് ലക്ഷ്യമുണ്ട്. നമുക്കത് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ ഉൾപ്പെടുത്താൻ കരുത് ഫണ്ടെങ്കിലും ഉൾപ്പെടുത്തി എല്ലാ ഇതിലും സ്ട്രീറ്റ് ലൈറ്റ് ഇടാനുള്ള ഒരു പരിശ്രമം കൂടി നമുക്ക് നോക്കാം എന്നുകൂടി മാത്രം പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണസമിതിയുടെ രാഷ്ട്രീയ ബഡ്ജറ്റ് അവതരണവും അതിനകത്ത് വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും അത് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഉച്ചഭക്ഷണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവരും അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് അതുപോലെ നമ്മുടെ പത്രപ്രതിനിധികളൊക്കെ എല്ലാവരും ഉണ്ട്. അവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കൂടാതെ ഇത് നമ്മുടെ അവസാന ബഡ്ജറ്റ് എന്നുള്ളവർക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ആഗ്രഹം ഞാൻ പ്രസിനോട് പറഞ്ഞ് അപ്പോൾ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ എല്ലാ ജനപ്രതിനിധികൾക്കും നമ്മുടെ ഇതുമായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി എല്ലാവരും കൈപ്പറ്റണം.